ഹലോ, നമ്മുടെ അടുത്ത ടോപ്പിക്ക് പാക്കറ്റ് സ്വിച്ചിങ് ആണ്. സർക്യൂട്ട് സ്വിച്ചിങ്ങിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർക്യൂട്ട് സ്വിച്ചിങ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വോയിസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, ടെലിഫോൺ കോൺവെർസേഷനൊക്കെ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സർക്യൂട്ട് സ്വിച്ചിങ് ഒരിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ആ ഡ്യൂറേഷൻ നമ്മൾ ആ സെഷൻ കംപ്ലീറ്റ് ആവുന്നവരെ കണക്ഷൻ റിമൈൻസ് അങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കും. അത് ടെമ്പററി ഓർ പെർമനൻറ്റ് അങ്ങനെ ഒന്നുമില്ല, ഇത് ഡെഡിക്കേറ്റഡ് ലൈൻസ് ആയിട്ട് നിൽക്കും. സർക്യൂട്ട് സ്വിച്ചിങ് അത് ശരിക്കും ഡാറ്റ അല്ലെങ്കിൽ നോൺ വോയിസ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനൊക്കെ അത്ര ഒരു നല്ല, അതായത് നോട്ട് വെൽ സ്യൂട്ടഡ്. ഓക്കെ, അത് ചില സമയത്ത് ബേസ്റ്റി അതായത് ട്രാൻസ്മിഷൻ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടില്ല. ചിലപ്പോൾ ഗ്യാപ്സ് വരാം, ചിലപ്പോൾ പ്രോപ്പറായിട്ടുള്ള മെസ്സേജ് പാസിങ് ഉണ്ടാവില്ല. അത് കാരണം അതിന് അങ്ങനത്തെ കുറേ വീക്ക്നെസ് ഉണ്ട്. ഡാറ്റ റേറ്റൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാക്കറ്റ് സ്വിച്ചിങ് എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നത്. പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ഫുള്ളി ഒരു ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ പാക്കറ്റ് ഒരു വേരിയബിൾ ലെങ്ത് ആയിരിക്കും, അതിനെയാണ് പാക്കറ്റ്സ് എന്ന് പറയുന്നത്. പാക്കറ്റ്സ് പറഞ്ഞാൽ മാക്സിമം ലെങ്ത് ഉണ്ടാവും ആ പാക്കറ്റ്സിന്. ആ പാക്കറ്റിൻ്റെ മേലെ ഡാറ്റ മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കും, അതിനകത്തൊരു ഹെഡർ ഉണ്ടായിരിക്കും. ഹെഡർ മീൻസ് അതിൻ്റെ പർട്ടിക്കുലർ അഡ്രസ്സ് IP അഡ്രസ്സ് ഉണ്ടായിരിക്കും, എവിടേക്കാണോ പാസ് ചെയ്യുന്നത്. ഇപ്പോൾ പാക്കറ്റ്സ് ഹൈ ലെങ്ത് ഉള്ളതാണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ പാക്കറ്റ്സ് ആയിട്ടും നമുക്ക് സെൻഡ് ചെയ്യാം അഡ്രസ്സ് വെച്ചിട്ട്. ഓക്കെ, ഈ പാക്കറ്റ് സ്വിച്ചിങ്ങിനെ നമ്മൾ മെയിനായിട്ട് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഡാറ്റാഗ്രാം അപ്രോച്ചും വിർച്വൽ സർക്യൂട്ട് അപ്രോച്ചും. അതിൽ ഫസ്റ്റ് വൺ ഡാറ്റാഗ്രാം അപ്രോച്ചിൽ സെയിം മൾട്ടിപ്പിൾ പാക്കറ്റ്സ് ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ് പ്രത്യേകത വെച്ചാൽ ഓരോ പാക്കറ്റിനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ പീസസ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ലെങ്ത് കൂടുതലായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ABCD എന്ന് പറഞ്ഞ് നമ്മൾ അയക്കുന്നുണ്ടെങ്കിൽ ആ ABCDയിലെ എയ്ക്കും എനെ ഡാറ്റാഗ്രാമിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കാണുന്നത്, ബീനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയി കാണിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ അതൊരു പ്രോപ്പർ ഓർഡറിൽ സെൻഡർ ടു റിസീവർ അത് റിസീവ് ചെയ്യുന്നത് ഒരു പ്രോപ്പർ ഓർഡർ ഉണ്ടായിരിക്കില്ല. തോന്നിയ പോലെ ആയിരിക്കും റിസീവ് ചെയ്യുക. നമുക്ക് കറക്റ്റ് ജോയിൻ ചെയ്തിട്ട് നമുക്ക് കിട്ടണം. ഇപ്പോൾ ഹലോ എന്നുള്ളത് HELLO എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ H എന്ന് പറയുന്നത് ഒരു പാക്കറ്റ് ആക്കിയിട്ടുണ്ട്, E എന്ന് പറയുന്നൊരു പാക്കറ്റ്, L അങ്ങനെ ഓരോന്നിനെയും ഓരോ പാക്കറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഡാറ്റാഗ്രാം അതിനെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടേക്ക് ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. IP അഡ്രസ്സ് ഇപ്പോൾ 94 എന്നൊരു IP അഡ്രസ്സാണ്, ഫോർ എക്സാമ്പിളാണ്, അങ്ങനെ വരില്ല. IP അഡ്രസ്സ് 94ലേക്കാണ് നമ്മൾ പാസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഹലോയിൽ H ഒരു ടൈമിൽ, E ഒരു ടൈമിൽ, L ഒരു ടൈമിൽ, അങ്ങനെ ഓരോ ടൈമിൽ റിസീവ് ആവും. അത് പ്രോപ്പർ ഓർഡർ ആയിരിക്കില്ല. ചിലപ്പോൾ ആദ്യം O ആയിരിക്കും ആദ്യം പോവുക, പിന്നെ L പോവും, പിന്നെ അത് കഴിഞ്ഞ് Eയും Hയും പോയിട്ടായിരിക്കും അടുത്ത L പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡാറ്റാഗ്രാമിൻ്റെ ഒരു പ്രശ്നം. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും റൂട്ടിൽ സെൻഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ്. പല വഴിക്ക് സെൻഡ് ചെയ്യും, ആരെങ്കിലും ഒരേ സാധനം പല വഴിക്ക് സെൻഡ് ചെയ്യും. അത് എത്തുന്നത് പ്രോപ്പർ ഓർഡറിലായിരിക്കില്ല. അപ്പോൾ അവിടെ അതിനെ പ്രോപ്പർ ഓർഡറിലാക്കുക എന്നുള്ള ഡ്യൂട്ടി ആരുടെയാണ്? ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഡ്യൂട്ടിയാണ് അതിനെ പ്രോപ്പർ ഓർഡറിലാക്കുക എന്നുള്ളത്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്, അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനെ പ്രോപ്പർ ഓർഡറിലാക്കിയിട്ട് റിസീവറിൻ്റെ സൈഡിലേക്ക് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആരാ ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ലെയറാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് വിർച്വൽ സർക്യൂട്ട് അപ്രോച്ചിൽ എന്താ പറയുന്നത് വെച്ചെങ്കിൽ ദ റിലേഷൻ ബിറ്റ്വീൻ ഓൾ ദ പാക്കറ്റ്സ് ബിലോങ്ങിങ് ടു മെസ്സേജ് ഓർ സെഷൻ ഈസ് പ്രിസർവ്ഡ്. അതായത് ഒരു മെസ്സേജ് ഒരു സെഷനിലേക്ക് നമ്മൾ പ്രിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിലേഷൻ ബിറ്റ്വീൻ ആ പാക്കറ്റ്സ് തമ്മിൽ, അതിനകത്തേക്ക് എത്ര പാക്കറ്റ്സ് നമ്മൾ പ്രിസർവ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. അതെല്ലാം കൂടെ സിംഗിൾ റൂട്ട് വഴിയേ അയക്കുന്നുള്ളൂ. നമ്മൾ ഡാറ്റാഗ്രാമിൽ പോലെ പല റൂട്ട് വഴിയൊന്നും അയക്കില്ല. ഒറ്റ റൂട്ട് ഡിസൈഡ് ചെയ്യും, ഡെസ്റ്റിനേഷൻ, സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഒറ്റ റൂട്ട് ഡിസൈഡ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ റൂട്ട് വഴിയാണ് അവർ ഡാറ്റ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഈ വിർച്വൽ സർക്യൂട്ട് സ്വിച്ചിങ് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: SVC, PVC. SVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് വിർച്വൽ സർക്യൂട്ടും
PVC പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനൻറ്റ് വിർച്വൽ സർക്യൂട്ട് വേണം. SVCയിൽ നമ്മൾ ഡയലപ്പ് കണക്ഷൻസൊക്കെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. കുറച്ച് കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതാണ് ഈ ഡയലപ്പ് കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് അതൊരു 2005 ആ ടൈമിലൊക്കെ ഡയലപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ പ്രാവശ്യം നെറ്റ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡയൽ ചെയ്യണം. അതിനകത്ത് കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ കണക്ട് കൊടുത്ത് ഓരോ പ്രാവശ്യം പോകണം. ഇടയ്ക്കിടയ്ക്ക് കട്ടാവും, വീണ്ടും കണക്ട് ചെയ്യണം. അങ്ങനെ ഒരു സംഭവമാണ് ഈ ഡയലപ്പ് കണക്ഷൻ എന്നൊക്കെ പറയുന്നത്. ആ പർട്ടിക്കുലർ നമ്മൾ കൊടുക്കുന്ന ആ ഡ്യൂറേഷൻ കഴിയുന്നതോടുകൂടി അതുവരെ അത് എക്സിസ്റ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. വീണ്ടും നമ്മൾ കണക്ട് ചെയ്യണം. അങ്ങനെയാണ് ഡയലപ്പ് കണക്ഷൻ എന്ന് പറയുന്നത്. അത് കോസ്റ്റ്ലിയും ആയിരുന്നു. കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇപ്പോഴത്തെ ബ്രോഡ്ബാൻഡ് കണക്ഷനേക്കാളും കോസ്റ്റ്ലിയുമായിരുന്നു. 2005 ആ സമയത്തൊക്കെ ഡയലപ്പ് കണക്ഷൻസ് ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ബ്രോഡ്ബാൻഡൊക്കെ വരാൻ തുടങ്ങിയത് 2005 ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു ഡയലപ്പ് മോഡിലുള്ള ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് SVC ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്രിയേറ്റഡ് വെൻ എവർ ഇറ്റ് ഈസ് നീഡഡ് ആൻഡ് എക്സിസ്റ്റ് ഓൺലി ഫോർ ഡ്യൂറേഷൻ ഓഫ് സ്പെസിഫിക് എക്സ്ചേഞ്ച്. Okay, when the last packet has been received and if necessary acknowledged, the connection is released and the virtual circuit ceases to the exist. അതായത് നമുക്ക് എപ്പോൾ നമ്മൾ ലാസ്റ്റ് പാക്കറ്റും റിസീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് അക്നോളജ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ അക്നോളജ്മെൻറ്റും റിസീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കണക്ഷൻ റിലീസ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡയഗ്രത്തിൽ എയിൽ നിന്ന് എക്സിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്നു. റൂട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 3 and 4 വഴിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ 1 and 2 നമ്മൾ പാസ് ചെയ്തു. ഡാറ്റ പാക്കറ്റ്സ് അവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അക്നോളജ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് അക്നോളജ്മെൻറ്റ് എടുക്കാം. ഇല്ല വെച്ചെങ്കിൽ അതിനെ റിലീസ് ചെയ്തതാണ് ഇവിടെ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ കണക്ഷൻ ഇല്ല. Each time that A wishes to communicate with X, a new route is established. ഇനി നമുക്ക് വീണ്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പുതിയ റൂട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. A to X എന്നുള്ളത് നമ്മൾ ഓൾറെഡി പോയ 2, 3, 4 എന്ന റൂട്ട് വഴി പോകണമെന്നില്ല. നമുക്ക് 2, 1, 2 വഴി പോവാം, അല്ലെങ്കിൽ 1, 3, 2, 4 അങ്ങനെ ഏത് റൂട്ട് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് PVC. PVC means permanent virtual circuit. Permanent virtual circuit is comparable to leased lines in the circuit switching. In this method, the same virtual circuit is provided between two users on continuous basis. അതായത് സെയിം ലൈൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് രണ്ട് യൂസേഴ്സിന് സ്ഥിരമായിട്ട് ആ ഒരു ലൈൻ മാത്രം ഉപയോഗിക്കുക. SVCയിൽ എന്താ പറഞ്ഞത്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു ലൈൻ നമ്മൾ ഫിക്സ് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് പുതിയ ലൈൻ സെറ്റ് ചെയ്യാം, പുതിയ ലൈൻ വഴി നമുക്ക് ഡാറ്റ പാസ് ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞാൽ PVCയിൽ എന്താ വെച്ചെങ്കിൽ പെർമനൻ്റ് ആണ്. നമ്മളിപ്പം A to X എന്നുള്ള ഡാറ്റ പാസ് ചെയ്യുന്നത് 1, 4 എന്ന ചാനൽ വഴിയാണെങ്കിൽ ആ 1, 4 അല്ലെങ്കിൽ ആ 3, 4 എന്ന് പറയുന്ന ആ ചാനലാണ് അതിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള ലൈൻ. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്ത് പ്രോബ്ലം ഒക്കെ ചെയ്താലും നമുക്ക് ആ ലൈൻ വഴി മാത്രമേ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് PVC എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഒരു സ്പെസിഫിക് യൂസേഴ്സിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ടൈപ്പ് കണക്ഷൻസാണ്. നമ്മൾ കമ്പനി പർപ്പസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസ് അല്ലെങ്കിൽ ഗവൺമെൻറ് പർപ്പസ് അവർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള എന്താ പറയുക ഫ്രീക്വൻസീസും ടൈം ഡിവിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് യൂസേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ PVC എന്ന്. നമ്മൾ നോർമൽ യൂസേഴ്സിന് നമ്മൾ സാധാരണ ഡാറ്റ സെൻഡിങ് ചെയ്യുന്ന നമ്മളെ സാധാരണ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഏതെങ്കിലും ഓർഗനൈസേഷനെ ബേസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പെർമനൻറ്റ് റൂട്ട് വേണ്ടി വരിക. അവിടെ നമ്മൾ PVC ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി സർക്യൂട്ട് സ്വിച്ച് കണക്ഷൻ വേഴ്സസ് വിർച്വൽ സർക്യൂട്ട് കണക്ഷൻ. എന്താണ് അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ എന്താ തമ്മിലുള്ളൊരു കണക്ഷൻ എന്ന് നോക്കാം. Path versus route. Circuit switch connection creates a path between 2 points. Physical path is created by setting the switches for duration of dial-up or duration of lease. അതായത് ഇതിനകത്ത് സർക്യൂട്ട് സ്വിച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പാത്ത് ക്രിയേറ്റ് ചെയ്ത പർട്ടിക്കുലർ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ഡ്യൂറേഷന് വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്യും. അത് ഡയലപ്പ് കണക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ കണക്ഷൻ, എന്തായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വെർച്വൽ സർക്യൂട്ടിലാണെങ്കിൽ റൂട്ടാണ്, 2 പോയിൻറ്റ്സ് നമ്മൾ റൂട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദിസ് മീൻസ് ഈച്ച് സ്വിച്ച് ക്രിയേറ്റ് ആൻ എൻട്രി ഇൻ ദിസ് റൂട്ടിംഗ് ടേബിൾ ഫോർ ഡ്യൂറേഷൻ ഓഫ് ദ സെക്ഷൻ. അപ്പോൾ ഇവിടെ
ആ പർട്ടിക്കുലർ സെഷൻ്റെ ഡ്യൂറേഷൻ കഴിയുന്ന വരെയാണ് ഇവിടെയും റൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ പാത്ത് എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ റൂട്ട് എന്നാണ് പറയുന്നത്. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, പിന്നെന്താണ്, when the switch receives the packet belong to the virtual connection, it checks the table for the corresponding entry and routes the packet out of one to its interfaces. അതായത് നമ്മൾ പാക്കറ്റ് റിസീവ് ആയിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർ അഡ്രസ്സിലേക്ക് അതിൻ്റെ ഹെഡർ നോക്കിയിട്ടാണ് ചെക്ക് ചെയ്യുക. എന്നിട്ട് പ്രോപ്പർ അഡ്രസ്സിലേക്ക് നമ്മളതിനെ റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ആ ഡെസ്റ്റിനേഷനെ ബിലോങ് ചെയ്തിട്ടുള്ള കുറേ സിസ്റ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതിലേക്കാണ് അതിൻ്റെ സബ് സിസ്റ്റം ഏതിലേക്കാണോ ഈ ഡാറ്റ പോകേണ്ടത് അവിടെ നിന്ന് അതിനെ റീഡയറക്റ്റ് ചെയ്തിട്ട് പാസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ നടക്കുന്നത്. സർക്യൂട്ട് സ്വിച്ചിങ് അല്ല, പാക്കറ്റ് സ്വിച്ചിങ് നടക്കുന്നത്. സർക്യൂട്ട് സ്വിച്ചിങ്ങിലാകുമ്പോൾ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പാത്ത് വഴി ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു എന്നേ ഉള്ളൂ. അതല്ലാണ്ട് കറക്റ്റ് റീഡയറക്റ്റിംഗ് അങ്ങനെയൊന്നുമില്ല. പാക്കറ്റ് സ്വിച്ചിങ്ങിലാകുമ്പോൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഡെസ്റ്റിനേഷൻ അവരുടെ സബ് സിസ്റ്റം ഏതാണ്, ഏതിലേക്കാണ് ഡാറ്റ പാസ് ചെയ്യേണ്ടത് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് പ്രോപ്പർ ഡെസ്റ്റിനേഷനിലേക്ക് അതിനെ പാസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ പാക്കറ്റ് സ്വിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിലിവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സർക്യൂട്ട് സ്വിച്ചിങ്ങിലാകുമ്പോൾ ജസ്റ്റ് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് പാസ് ചെയ്യുന്നു. വെർച്വൽ സ്വിച്ചിങ്ങിലാകുമ്പോൾ റൂട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റൂട്ട് വഴിയും പാക്കറ്റ്സ് പാസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് ഡെഡിക്കേറ്റഡ് വേഴ്സസ് ഷെയറിങ്. ഡെഡിക്കേറ്റഡ് വേഴ്സസ് പാത്ത് വേഴ്സസ് റൂട്ടിംഗ് പറഞ്ഞ പോലെ ഡെഡിക്കേറ്റഡ് വേഴ്സസ് ഷെയറിംഗ് ആണ്. അതിൽ ഡെഡിക്കേറ്റഡ് ലൈനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഡെഡിക്കേറ്റഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയത് ഫിക്സായി നിൽക്കും. ആ കണക്ഷൻ അത് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ അതിന് വേണ്ടി ആ ലൈൻ ആ പർട്ടിക്കുലർ ട്രാൻസ്ഫറിന് വേണ്ടി ഇപ്പോൾ ANY ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ട്, അവരുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത് വരെ ആ പർട്ടിക്കുലർ പാത്ത് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിരിക്കും. അവരത് അത് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയി എന്ന് പറയുന്നില്ലാത്ത പക്ഷം എന്താണ്, ആ ലൈൻ അവിടെ വേസ്റ്റായി കിടക്കും, ഐഡലായി കിടക്കും, വേറെ ഒന്നിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് സർക്യൂട്ട് സ്വിച്ചിങ്ങിന് ഡെഡിക്കേറ്റഡ് ലൈൻ എന്ന് പറയുന്നത്. ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്ഷൻ, അതായത് ആ റൂട്ട് നമുക്ക് മറ്റുള്ള കണക്ഷൻസിന് വേണ്ടിയിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് മാത്രമല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ A to B ആണ് ട്രാൻസ്ഫർ എങ്കിലും സപ്പോസ് C to D ട്രാൻസ്ഫറിനും നമ്മൾ ആ പർട്ടിക്കുലർ റൂട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ വി ക്യാൻ ഷെയർ. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഡെഡിക്കേറ്റഡ് ആൻഡ് ഷെയറിംഗ് ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇത്രയാണ് പാക്കറ്റ് സ്വിച്ചിങ്ങിനകത്ത് വരുന്നത്. ഇനി അടുത്തത് മെസ്സേജ് സ്വിച്ചിങ്. മെസ്സേജ് സ്വിച്ചിങ് ഈസ് ബെസ്റ്റ് known by descriptive term store and forward. In this mechanism, a node receives a message, stores it until the appropriate route is free, then send it along. Okay, store and forward is considered a switching technique because this is no direct link between the sender and the receiver of the transmission. A message is delivered to the node along one path, then rerouted along another to its destination. ഇവിടെ എന്താണ് പറയുന്നത് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ ഡാറ്റ പാക്കറ്റ്സ് പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പർട്ടിക്കുലർ റൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ ഫ്രീ അല്ല, പക്ഷേ നമുക്ക് ഡാറ്റ പാസ് ചെയ്യണം. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും, ഒരു മെസ്സേജ് നമുക്ക് റിസീവ് ചെയ്യും. നമുക്ക് ഈ മെക്കാനിസത്തിൽ ആ നോഡ് ഒരു മെസ്സേജ് പാസ് ചെയ്യും, ഇങ്ങനെ ഞങ്ങൾ ഫ്രീ അല്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂ എന്നുള്ള ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ റൂട്ട് ഫ്രീ ആവുന്നവരെ നമുക്ക് വരുന്ന ഡാറ്റേനെ നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാം, എന്തെങ്കിലും ഡിസ്കിനകത്തോ അല്ലെങ്കിൽ പർട്ടിക്കുലർ റൂട്ടിൽ തന്നെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് അത് ഫ്രീ ആവുന്ന സമയത്ത് നമുക്കതിനെ ഫോർവേഡ് ചെയ്യാം. അതാണ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് എന്ന് പറയുന്നത്. അതിനെ ഫോർവേഡ് ചെയ്യാം. ഡയറക്റ്റ് ലിങ്ക് തമ്മിൽ സെൻഡറും റിസീവറും തമ്മിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ മെസ്സേജ് ആ പർട്ടിക്കുലർ നോഡിലേക്ക് നമുക്ക് ആ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് റീഡയറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പാത്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്,
ഒരു സെക്കൻഡറി സ്റ്റോറേജ്, ഒരു ഡിസ്കിനകത്തേക്കാണ് നമ്മൾ ഈ സ്റ്റോറിങ് പോകുന്നത്. അവിടെ നിന്നാണ് ഇതിനെ നമ്മൾ എടുത്തിട്ട് റീഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുന്നത്. അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പാത്ത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പാസ് ചെയ്യുന്നത് ഈ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് എടുത്തിട്ടാണ്. അതായത് പാക്കറ്റ് സ്വിച്ചിങ്ങിൽ ഇത് നടക്കുന്നത് പ്രൈമറി സ്റ്റോറേജ്, അതായത് റാമിലാണെങ്കിൽ മെസ്സേജ് സ്വിച്ചിങ്ങിൽ ഇത് നടക്കുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ടുള്ള ഡിസ്കിലാണ് നടക്കുന്നത്. മെസ്സേജ് സ്വിച്ചിങ് 1960s 70s ശരിക്കും പറഞ്ഞാൽ കോമൺ ആയിട്ട് നടന്നിരുന്നത്. പ്രൈമറി യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് ഹൈ ലെവൽ നെറ്റ്വർക്ക് സർവീസ്, ഡിലേ ഡെലിവറി, ബ്രോഡ്കാസ്റ്റ് ഫോർ എന്താ പറയുക ഇൻ്റലിജൻസ് ഡിവൈസസ്, അങ്ങനത്തെ അതായത് നമ്മുടെ പ്രോപ്പർ അല്ലാത്തൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹൈ ലെവലിലുള്ള നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ നോർമലി മെസ്സേജ് എന്നുള്ളത് യൂസ് ചെയ്തിരുന്നത്. അത് ഡെലിവറി ഡിലേ ആവുക, ബ്രോഡ്കാസ്റ്റിംഗ് പ്രോബ്ലം വരിക, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ മെസ്സേജ്, അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ വരുമ്പം ഡിലേ വരാൻ സാധ്യതകളുണ്ട്. അവിടെ പ്രോസസ്സ് കഴിയുന്നവരെ ഇയാളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട്, അതായത് സ്റ്റോർ ചെയ്യുക, സെക്കൻഡറി സ്റ്റോറേജിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അവിടെ കഴിയുമ്പോൾ അവിടെ നിന്ന് നോഡിൻ്റെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ഫോർവേഡ് ചെയ്ത് അങ്ങനത്തെ പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെസ്സേജ് സ്വിച്ചിങ് ഉപയോഗിക്കുന്നത്. സിൻസ് സച്ച് ഡിവൈസസ് ഹാവ് റീപ്ലേസ്ഡ് ദിസ് ടൈപ്പ് ഓഫ് സ്വിച്ച് ഹാസ് വിർച്വലി ഡിസപ്പിയർഡ്. ഈ ടൈപ്പ് ഓഫ് സ്വിച്ചിങ് നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയർഡ് ആവും. ആൻഡ് ഓക്കെ, ഇത്രയൊക്കെയാണ് മെസ്സേജ് സ്വിച്ചിങ്ങിനകത്ത് പറയുന്നത്. ഒരു അൺപോപ്പുലർ കമ്മ്യൂണിക്കേഷൻ കൂടിയാണ്. ഓക്കെ, ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. M1 എന്നുള്ളത് ഡാറ്റ നമ്മൾ പാസ് ചെയ്യുകയാണ്. നമ്മൾ പാസ് ചെയ്യുമ്പോൾ അവിടെ കണ്ട ഓരോ റൂട്ടിനകത്തും സ്റ്റോർ ആൻഡ് ഫോർവേഡ് എന്നൊരു സെക്കൻഡറി സ്റ്റോറേജ് ഓരോ ജംഗ്ഷനിലും റൂട്ടിംഗ് ജംഗ്ഷനിലും ഉണ്ടായിരിക്കും. അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അത് സ്റ്റോർ ചെയ്തിട്ട് അവിടുത്തെ ഫോർവേഡ് എല്ലാം കംപ്ലീറ്റ് ആണ്, അവിടെ ഫ്രീ ആണെന്ന് കണ്ടാൽ മാത്രമേ അതിനെ മൂവ് ചെയ്യിക്കുള്ളൂ. അതർവൈസ് അത് അവിടെ ഫ്രീ അല്ല എന്നുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ അത് ഫ്രീ ആവുന്നത് വരെ അവിടെ സ്റ്റോർ ചെയ്യും. ഓക്കെ, അതാണ് ഈ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. മെസ്സേജ് സ്വിച്ചിങ്ങിനെ കുറിച്ച് വലിയ ഇൻഡെപ്തായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. സ്റ്റോർ ആൻഡ് ഫോർവേഡ് എന്നുള്ള മെത്തേഡ് വരുന്നത് മെസ്സേജ് സ്വിച്ചിങ്ങിലാണ്. അത് സെക്കൻഡറി സ്റ്റോറേജിലാണ് ഡിവൈസ് ചെയ്യുന്നത്. ഇതത്ര ഒരു കമ്മ്യൂണിക്കേഷൻ അൺപോപ്പുലർ ആയിട്ടുള്ളൊരു ഫോർ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അൺപോപ്പുലർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പാക്കറ്റ് സ്വിച്ചിങ്ങിൽ പ്രൈമറി സ്റ്റോറേജായ റാമിനകത്താണ് സ്റ്റോർ പോകുന്നതെങ്കിൽ ഇവിടെ സെക്കൻഡറി സ്റ്റോറേജായ ഡിസ്കിനകത്തേക്കാണ് സ്റ്റോർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെസ്സേജ് സ്വിച്ചിങ്ങിൽ വരുന്നത്. ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് വൺ മോർ തിങ്, പാക്കറ്റ് സ്വിച്ചിങ് ആൻഡ് സർക്യൂട്ട് സ്വിച്ചിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിനും വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് തറവായിട്ട് പഠിച്ചോളുക. പിന്നെ ഇതിനകത്ത് കുറേ കീ കോൺസെപ്റ്റ്സും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്ത് നിങ്ങൾ പഠിച്ചോളൂ. വൺ വേർഡ് എക്സാമിന് വൺ വേർഡ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റിനൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. താങ്ക് യു.